മോഹൻപിള്ള, ഇത് തന്നെയാണോ ട്രംപിന്റെ വാക്കുകളിൽ താങ്കൾ വായിച്ചെടുക്കുന്നത്? യുദ്ധം അവസാനിപ്പിക്കണം എന്ന് അമേരിക്കയിൽ ഇപ്പോൾ ട്രംപിനെതിരെ അങ്ങനെ ഒരു വികാരം ഉയരുന്നുമുണ്ട്. അതിനാൽ തന്നെ ഞങ്ങൾ ഉദ്ദേശിച്ച ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ചു, ഇനി തടിയൂരാം എന്ന രീതിയിലേക്ക് വരുന്നതായാണോ കാണുന്നത്? മഞ്ജുഷ്, നമ്മൾ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ ഈ യുദ്ധത്തില് ആര് ജയിച്ചു ആത്യന്തികമായിട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇറാനാണ് അപ്പർ എഡ്ജ്. US വിജയിച്ചോ എന്ന് ചോദിച്ചാൽ US വിജയിച്ചിട്ടില്ല. ഇറാൻ ജയിച്ചു എന്ന് പറയാനുള്ള കാരണം അവരുടെ സർവൈവലിന് വേണ്ടിയുള്ള വാറാണ്. അതുകൊണ്ട് അവർക്ക് അത് സർവൈവൽ ആയിട്ടുണ്ട് എങ്കിൽ, സർവൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ വിജയിച്ചു എന്നാണ് അതിനർത്ഥം. കാരണം ടോട്ടലി ഇറാഡിക്കേറ്റ് ചെയ്യും എന്നുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ റെജീം ചേഞ്ച് ചെയ്യും എന്നുള്ള രീതിയിലാണ് യുഎസിന്റെ ഈ അറ്റാക്ക് വന്നിട്ടുള്ളത്. ഇതിൽ യുഎസിന്റെ അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ഡയറക്ട്ലി US അറ്റാക്ക്, ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് ഇസ്രയേൽസ് അറ്റാക്ക്. അപ്പം ഇസ്രയേലിന്റെ ഈ അറ്റാക്ക് ആ ഒരു വൺ സൈഡഡ് എന്നുള്ള രീതിയിലുള്ള അവരുടെ ഫയർ പവർ കൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ മിലിറ്ററി സുപ്പീരിയോറിറ്റി കൊണ്ട് ഒരു അപ്പർ എഡ്ജ് ഓൺ എയർ, ബട്ട് ടിൽ സച്ച് ടൈം ബൂട്ട്സ് ഓൺ ഗ്രൗണ്ട് വരുന്നത് വരെ, അതായത് കാലാൾപ്പട വരുന്നത് വരേക്കും ഒരു കാരണവശാലും ഒരു ഏരിയ അല്ലെങ്കിൽ അക്വയർ ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. ഇതിനകത്ത് ഇപ്പൊ ഏറ്റവും ആദ്യം തന്നെ പ്രധാനമായിട്ട് 2 അല്ല 3 കാര്യങ്ങൾ നമ്മൾ കാണുന്നത്. ഇത് ഒന്നാമത് ഞാൻ പറഞ്ഞു, ഇത് ആഫ്റ്റർ ഇറാൻ വിജയിച്ചു എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ ഇറാൻ തോറ്റു എന്ന് പറയാൻ പറ്റില്ല. യുഎസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു നാണംകെട്ട വിഡ്രോവലായിരിക്കും യുഎസിന് ഈ കാര്യത്തിൽ നടക്കാൻ പോകുന്നത്. മൂന്നാമത് പ്രധാനമായിട്ടുള്ളത്, ഈ യുദ്ധത്തിന് ശേഷം അല്ലെങ്കിൽ ഈ കോൺഫ്ലിക്റ്റിന് ശേഷം ജിയോ പൊളിറ്റിക്കൽ സെറ്റപ്പ് ടോട്ടലി ചേഞ്ച് ആകും. അത് ട്രംപിന് വളരെ നല്ല രീതിയിൽ അറിയാം. ആ ഒരൊറ്റ കാരണം അതിന്റെ കാരണത്തിലോട്ട് വരുന്നത് കാര്യം, ചൈന ഈ ഏരിയയിൽ ഒരു ലീഡിങ് റോൾ എടുക്കുന്നു എന്നുള്ളത് വളരെ സ്പഷ്ടമാണ്. ആ രീതിയിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. ചൈന ലീഡിങ് റോൾ എടുക്കുന്നു. ആ ഒരു രീതിയിൽ കാര്യങ്ങൾ വരുമ്പോൾ ഇപ്പൊ ഓഫ് കോഴ്സ് മിഡിൽ ഈസ്റ്റില് നമുക്കറിയാം 22 പിന്നെ ചൈന സൗദി അറേബ്യയുമായിട്ട് ഡീൽ ഉണ്ടാക്കിയിരുന്നു. ചൈന ഒരു ഇമ്പോർട്ടന്റ് റോൾ, നമ്മൾ ആരും ചർച്ച ചെയ്യാതെ വിട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ചൈന ഈവൻ സൗദിയെയും ഇറാനെയും യോജിപ്പിക്കാനായിട്ട് ഒരിക്കലും പെർമനന്റ് റൈവലറി ആയിരുന്ന അവരെ ഷെയ്ക്ക് ഹാൻഡ് ചെയ്യിപ്പിക്കാനുള്ള ഒരു റോൾ വഹിച്ചത് ചൈനയാണ്. അപ്പം ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇതില് യുഎസിന്റെ സൈഡിൽ നിന്നുള്ള അല്ലെ വെനിസുലയിൽ നിന്നുള്ള ഓയിൽ കട്ട് ചെയ്തപ്പോൾ തീർച്ചയായിട്ടും മോർ ആൻഡ് മോർ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഇവിടെയാണ്. അതാണ് ഞാൻ എല്ലായ്പ്പോഴും വായിച്ചെടുക്കുന്നത്. ഇതാണ് ചൈന നമ്മൾ അറിയാത്ത രീതിയിലുള്ള അണ്ടർഗ്രൗണ്ട് പ്ലേയിങ് ആണ് നടത്തുന്നത്. ചൈന ഒരു പവർ ബാലൻസിൽ ചൈന ഈസ് ഗോയിങ് ടു ബി മോർ സുപ്പീരിയർ ദാൻ US എന്നുള്ള ഒരു കൺസെപ്റ്റിലോട്ട് എത്താനുള്ള ഒരു വാറായിരിക്കും ഇത് എന്നാണ് നമുക്ക് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ യൂറോപ്യൻ യൂണിയന്റേതായിട്ടുള്ള ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയന്റെ അധ്യക്ഷന്റെ പ്രതികരണമാണ് വന്നത്. ഈ യുദ്ധത്തിൽ വിജയിച്ചിരിക്കുന്നത് റഷ്യയാണെന്നാണ്. ഇത് മറ്റൊരു രീതിയിൽ ഉള്ള ഒരു വ്യാഖ്യാനമാണല്ലോ. ഇപ്പോൾ എണ്ണ വിപണി കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് യൂറോപ്യൻ യൂണിയന്റെ ആ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. കാരണം ഇത് ബേസിക്കലി പെട്രോ ഡോളർ വാറാണ്. ബേസിക്കലി യു നോ ദാറ്റ്. അപ്പം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം റഷ്യയിൽ നിന്ന് ആരും ഓയിൽ വാങ്ങരുതെന്ന്, റഷ്യയെ ഡീസ്റ്റബിലൈസ് ചെയ്യുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തോടെ ഉദ്ദേശിച്ചു വെച്ചിരുന്ന ആ ഒരു ഉദ്ദേശം പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. അതാണല്ലോ ഇന്ത്യയോടും പറഞ്ഞത്, റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങരുത്. ഈ പെട്രോ ഡോളർ സിസ്റ്റമാണ്. മഞ്ജുഷ, ഒറ്റ കാര്യം, വർഷങ്ങള് 50 വർഷത്തോളം ആയില്ലേ? എന്താണ് ഈ യുഎസിന്റെ സക്സസ് സീക്രട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓയിൽ ട്രേഡ് ആണ്. ഈ ഓയിൽ ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓയിൽ വാങ്ങുന്നത് ഏത് രാജ്യമാണെങ്കിലും അത് ഡോളറിനാണ്. അപ്പൊ ഡോളർ ഓയിൽ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അമേരിക്കൻ ഡോളർ ആദ്യം വാങ്ങണം, അത് സ്റ്റോർ ചെയ്യണം, എന്നിട്ട് എക്സ്ചേഞ്ച്. ഈ ഓയിലുമായിട്ടുള്ള ഡീൽ ഡോളറുമായിട്ടേ പറ്റത്തുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അമേരിക്ക ഈ ഓൾവേസ് ഓൺ ദ അപ്പർ ഹാൻഡ് ഓൺ ദാറ്റ് ഇക്കണോമിക് സൈഡ്. അവിടെയാണ് ഈ പ്രശ്നം അമേരിക്ക ഇനി നേരിടാൻ പോകുന്നത്. കാര്യം ഇന്നുവരേക്കും ഒരു അപ്രമാദിത്യം ഉണ്ടായിരുന്നു US ഡോളറിന്, അത് റെഡ്യൂസ് ആകാൻ പോകുന്നു. ഇതാണ് ഇതിനകത്ത് ഇൻ ബിറ്റ്വീൻ കൂട്ടി വായിക്കേണ്ടതാണ്. ട്രംപ് ഉദ്ദേശിച്ചത് എന്താണ്? വെനിസുല കിട്ടി, ഓയിൽ റിച്ച്. ഇനിയുള്ള ഓയിൽ ഏരിയ എന്ന് പറയുന്നത് ഗൾഫ് കൺട്രീസ് ആണ്, GCC കൺട്രീസ് ആണ്. അവിടെ ഒരു അപ്രമാദിത്യം കൂടി കിട്ടിക്കഴിഞ്ഞാൽ ലോകത്തിന് ട്രംപ് കൊടുക്കുന്ന ട്യൂൺ അനുസരിച്ചിട്ട് ലോകരാജ്യങ്ങളെ ഡാൻസ് ചെയ്യിപ്പിക്കാമെന്നൊരു ഉദ്ദേശം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷെ അത് നടക്കുന്നില്ല. പദ്ധതി പാടേ പാളി എന്ന് നമ്മൾ പറയേണ്ടി വരും. കാരണം ഈ ഒരു ആംഗിളിൽ സിസ്റ്റം വരുന്ന സമയങ്ങളിൽ നമുക്ക് കാണാം. ബിക്കോസ്
ചൈന വിൽ ബി എമർജിങ് ആസ് നമ്പർ 1 above US. ഒരു സംശയവുമില്ല. US-ന്റെ ഇക്കോണമിയെ ഇത് വളരെ വിപരീതമായിട്ട് ബാധിക്കും. വേറെ ഒരു കാര്യം കൂടെ ഉണ്ട്. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈ യുദ്ധം, വെടിക്കോപ്പുകൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നു. US-ന്റെ ഈ പറയുന്ന മാതിരി അത്രയും സ്റ്റോക്കുകളൊന്നുമില്ല. ഓഫ് കോഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും അവരുടെ ആ സ്പെൻഡിങ് ഇക്വേഷൻ ഉണ്ടല്ലോ, ഷെയർ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിസൈൽ മേ ബി ഓഫ് 10 ബില്യൺ അത് ഒരു മിസൈൽ യൂസ് ചെയ്യുന്നത് അത് ഇറാനിലുള്ള ഒരു 100 ബില്യന്റെ ഒരു ടാർഗറ്റ് ഹിറ്റ് ചെയ്യാനായിരിക്കും. മേ ബി ഈവൻ ലെസർ ദാൻ ദാറ്റ്. അപ്പൊ ഇക്കണോമിക്കലി വയബിലിറ്റി നോക്കണം. അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, ഇതൊരു ഇന്റർനാഷണൽ ലോയ്ക്ക് അഗനിസ്റ്റ് ആയിട്ടുള്ള ഒരു യുദ്ധമാണെന്ന് പറയുന്നത്. ഇന്റർനാഷണൽ ലോയ്ക്ക് അഗനിസ്റ്റ് ആയിട്ടുള്ള ഒരു യുദ്ധം എന്ന് പറയാനുള്ള കാരണം, ഇതിന് അമേരിക്കയിലെ അമേരിക്കൻ കോൺഗ്രസിന്റെ കൺസെന്റ് ഇല്ല, ഐക്യരാഷ്ട്ര സംഘടനയുടെ പവറില്ല എങ്കിൽ പോലും അതിന്റെ കൺസെന്റ് ഇല്ല. അങ്ങനെ ഫൈറ്റ് ചെയ്യുന്ന ഒരു വാറ് അത് എല്ലാത്തിനും, അതായത് യുദ്ധനീതിക്കെല്ലാം നിരക്കാത്ത രീതിയിലുള്ള ഒരു യുദ്ധമാണ് നടക്കുന്നത്. അതിനെ കണ്ടം ചെയ്യാൻ പോലും ലോകരാഷ്ട്രങ്ങൾ വന്നില്ല എങ്കിൽ, ബട്ട് ഇപ്പോൾ ഒരു റീഗ്രൂപ്പിംഗ് നടക്കുന്നു. റഷ്യ, ചൈന, ഓഫ് കോഴ്സ് അത് നേരത്തെ തന്നെ നമുക്കറിയായിരുന്നു. റഷ്യയും ചൈനയും ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഇറാനെ സപ്പോർട്ട് ചെയ്തേ പറ്റൂ. കാരണം റിച്ച് ഇൻ റിസോഴ്സസ് ആണ്. നേരെ മറിച്ച് ഇറാൻ അമേരിക്കയെ പാഠം പഠിപ്പിക്കുകയാണ്. എങ്ങനെയാണ്? കാരണം GCC കൺട്രീസിലുള്ള ഓയിൽ അവർ റിഫൈനറിയെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ കാരണം എന്താണ്? അമേരിക്കൻ ഇക്കോണമിയെ തകിടം മറിക്കുക. അതാണ് അവരുടെ ഉദ്ദേശം. അമേരിക്കൻ ഇക്കോണമിയെ തകിടം മറിച്ചാൽ തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ വരും വർഷങ്ങളിൽ അമേരിക്കയുടെ അപ്രമാദിത്യം ലോകത്തുണ്ടാവില്ല. ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ. അതായത് ഏതോ ഒരു US-ലെ ഒരു അനലിസ്റ്റ് വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ട്രംപ് അമേരിക്കയുടെ അന്തകനാണ്. ഏതാണ്ട് അതുപോലെ തന്നെ കാര്യങ്ങൾ വരികയാണ്. ശരി ശ്രീ മോഹനപിള്ള. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.